കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിക്കുവാൻ ശ്രമിച്ച ക്രിസ്ത്യാനികളായവരുടെ മുന്നവസ്ഥ എന്നതിൽ മൂന്നാമത്തേതായ ഈ ലോകത്തിൻ്റെ കാലഗതിയുടെ ഭാഗമായുള്ള കോപത്തിൻ്റെ മക്കളെക്കുറിച്ചുമെന്നുള്ള ഭാഗത്ത് കോപത്തിൻ്റെ മക്കളെന്നത് അനുസരണക്കേടിൻ്റെ മക്കളെന്നതിന് സമാനമായ ഒരു പ്രയോഗമാണിത്. കോപം എന്ന മനുഷ്യവികാരത്തെയല്ല ദൈവകോപം അഥവാ റാത്ത് ആണിവിടെ ഉദ്ദേശിക്കുന്നത്. അത് തിന്മയെ നശിപ്പിക്കുന്ന ദൈവകോപമാണ്. പാപത്തിൽ ആത്മീകമായി മരിച്ച് ദൈവത്തെ അനുസരിക്കാത്തവരായി തീർന്നതിനാൽ ദൈവകോപത്തിന് അഥവാ ദൈവന്യായവിധിക്കും ശിക്ഷയ്ക്കും അർഹരായി തീർന്ന മനുഷ്യൻ്റെ ആത്മീകവും സന്മാർഗവുമായ അധപ്പതനത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. ഇതിൽ ജാതികളെപ്പോലെ യഹൂദരും അവരുടെ സ്വഭാവപ്രകാരമായിരുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനായി വിളിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ആരും വിശുദ്ധരാകുന്നില്ല. എഫേസ്യർ 4:1 പറയുന്നത് പോലെ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യരായി ജീവിച്ചാൽ മാത്രമേ വിശുദ്ധരാകൂ എന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 14-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്ക് അനുയോജ്യരായി ജീവിച്ചാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അത് നാം വിശുദ്ധരാകുവാനും നിത്യത പ്രാപിക്കാനുമാണെന്നുള്ള ഈ വചനഭാഗത്തിലൂടെ വീണ്ടും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.